ഇന്നലെ ആലപ്പുഴയിലെ ഒരു ലെവൽ ക്രോസിൽ വൻ ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായിട്ടുണ്ട്. ഹരിപ്പാട് ആയാപ്പറമ്പ് ആലിൻചുവട് ലെവൽ ക്രോസ് വഴി ഉച്ചയ്ക്ക് 3 മണിക്ക് ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് കടന്നുപോകാനിരിക്കെയാണ് സംഭവം ഉണ്ടായത്. ട്രെയിൻ 100 മീറ്റർ അടുത്തെത്തിയിട്ടും റെയിൽവേ ഗേറ്റ് അടച്ചതിന്റെ സിഗ്നൽ ലഭിക്കാതെ വന്നതോടെ ട്രെയിൻ നിർത്തിയിട്ടതോടെ വൻ അപകടം ഒഴിവാകുകയായിരുന്നു. KSRTC അടക്കം ഗേറ്റിലൂടെ പോകാനിരിക്കെയാണ് ട്രെയിൻ വന്നത്. വിഷയത്തിൽ ഗേറ്റ് കീപ്പറോട് വിസ്തീർണം ചോദിക്കുകയും അന്വേഷണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. മനീഷ്, ഇപ്പോൾ ട്രെയിൻ നിർത്തിയിട്ടതുകൊണ്ട് മാത്രം വലിയ അപകടം ഒഴിവാകുകയായിരുന്നു എന്നല്ലേ മനസ്സിലാക്കാൻ ആകുന്നത്? ഇവിടെ എങ്ങനെയാണ് ഗേറ്റ് അടയ്ക്കുന്നതിലും തുറക്കുന്നതിലും ഒരു ശ്രദ്ധയില്ലാത്ത ഇടമാണോ ഇത് സ്ഥലം? ശ്രുതി, ഇത് ഒരു പ്രധാനപ്പെട്ട പാതയാണ്. KSRTC ബസ്സുകൾക്കടക്കം റൂട്ടുള്ള സ്വകാര്യ ബസ്സുകളടക്കം കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അവിടെ ഇന്നലെ ഉച്ചയ്ക്ക് 3:30ക്കാണ് ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് കടന്നു പോകുന്ന സമയത്ത് യാത്രക്കാർ ഇതുവഴി യാത്ര ചെയ്യുമ്പോഴാണ് 100 മീറ്റർ മാറി ട്രെയിൻ വടക്ക് നിന്ന് തെക്കോട്ടേക്ക്, അതായത് ആലപ്പുഴ ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് എത്തുന്നതായി യാത്രക്കാരും ഇവിടെയുള്ള നാട്ടുകാരും കണ്ടത്. വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി. ഉടൻ തന്നെ നാട്ടുകാർ ഇവിടെയുള്ള ഈ ലെവൽ ക്രോസിന്റെ സമീപത്ത് തന്നെയുള്ള ഈ ഗേറ്റ് കീപ്പറുടെ സമീപത്തേക്ക് ചെന്നു. പക്ഷേ ഗേറ്റ് കീപ്പർ അവിടെ ഉണ്ടായിരുന്നു. അയാൾ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ചില നാട്ടുകാർ പറയുന്നത്. അയാൾ നൽകിയിട്ടുള്ള വിശദീകരണം, അയാൾക്ക് വയറിന് അസുഖം ഉണ്ടായതുകൊണ്ട് തന്നെ ബാത്റൂമിൽ പോയിരിക്കുകയായിരുന്നു, തീരെ അവശനായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ദൃക്സാക്ഷികളും മറ്റു നാട്ടുകാരും പറയുന്നത് അങ്ങനെയല്ല. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ആ സമയത്ത് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ചേട്ടാ, എന്ത് യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ 3:30 ആയപ്പോഴാണ്, ഈ 3:30 ആയി ഈ ട്രെയിൻ വരുന്നു. അപ്പൊ ഇവിടെ ഈ ക്രോസ് എന്ന് പറഞ്ഞാൽ ഇത് നിന്നാൽ വലിയൊരു ക്രോസാണ്. അപ്പുറത്ത് ഹരിപ്പാട് എടത്തുവ റോഡ്, അവിടെ മേൽപ്പാലം പണിയുന്ന കാരണം സകല വാഹനങ്ങളും ഇപ്പം ഈ റോഡ് വഴിയാണ് തിരിച്ചുവിട്ടേക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏത് സമയവും നല്ല തിരക്കുള്ള സമയമാണ്. ഇന്നലെ ട്രാൻസ്പോർട്ട് KSRTC ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് പ്രൈവറ്റ് വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഹരിപ്പാട് ഭാഗത്തു നിന്നും വന്ന ഒരു ബൈക്ക് സ്വന്തം മോളെയും കൊണ്ട് ഹരിപ്പാട് പോയിട്ട് വന്ന ആലമ്പലിൽ മണിക്കൂട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അയാൾ ബൈക്ക് കൊണ്ടൊന്ന് കയറി പാളത്തിൽ നിന്ന് അടുക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ചെറിയ ചാറ്റൽ മഴയുള്ള സമയത്ത് അവിടെ നിന്ന് വാഹനം വരുന്ന കാണുന്നു, ട്രെയിൻ വരുന്ന കാണുന്നു. അപ്പൊ ഈ മോളെ കിടന്ന് വിളിച്ചു പോവുകയും പരിപാടി വിട്ട് ഇയാൾ പെട്ടെന്ന് വണ്ടി ഒതുക്കി അപ്പുറത്തേക്ക് മാറ്റുന്നു. ഈ സമയത്താണ് ഇവിടെ നിന്ന് ഒരു റെഡ് കളറുള്ള ഒരു കാറ് അതും വന്ന് പാളത്തിലോട്ട് കയറി. പെട്ടെന്ന് കയറുന്ന വേണ്ട അതും മാറ്റി നിർത്തുകയും അവിടുന്ന് ട്രാൻസ്പോർട്ടും മറ്റു സകല വണ്ടികളും നാട്ടുകാർ അവിടെ തടഞ്ഞു നിർത്തി. ഇവിടെ വന്ന വാഹനങ്ങൾ ഇവിടുന്ന് മാറ്റി. ഈ സമയത്ത് കുറെ പേര് അവിടെ ഗേറ്റ് കീപ്പറെ കാണുന്നില്ല. ഗേറ്റ് കീപ്പറെ ചെന്ന് നോക്കിയവർ പറയുന്നത് ഗേറ്റ് കീപ്പർ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക എന്നായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഗേറ്റ് കീപ്പർ പറഞ്ഞയാൾ അവിടെ ഇല്ലായിരുന്നു എന്നും പുള്ളിക്ക് വയറിന് സുഖമില്ലാത്തതുകൊണ്ട് പുള്ളി ബാത്റൂമിലായിരുന്നെന്നും പറയുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ട്രെയിൻ കരുവാറ്റ മുതലേ തന്നെ ഇവിടെ ഇപ്പൊ ഈ ഗേറ്റ് ഓട്ടോമാറ്റിക് ആയപ്പോൾ ഇത് അടഞ്ഞു കഴിഞ്ഞെങ്കിൽ മാത്രമേ കരുവാറ്റ മുതൽ ഹരിപ്പാട് വരെയുള്ള ലൈനിൽ സിഗ്നൽ വീഴത്തുള്ളൂ. അപ്പൊ സിഗ്നൽ വീഴാത്ത കാരണം ഈ ട്രെയിൻ അവിടെ മുതലേ തന്നെ വളരെ സ്ലോയിൽ അവിടുന്ന് ഹോണടിച്ചാ വരുന്നത്. അങ്ങനെ വന്ന് ട്രെയിൻ ഇവിടെ വന്ന് ഇവിടെ ഒരു 100 മീറ്റർ അപ്പുറത്ത് വന്ന് ട്രെയിൻ നിർത്തിക്കഴിഞ്ഞപ്പോഴാണ് ഗേറ്റ് കീപ്പർ വന്ന് ഗേറ്റ് അടയ്ക്കുന്നത്. അടച്ചു കഴിഞ്ഞ് ട്രെയിൻ അങ്ങോട്ട് നീക്കിയിട്ട് ഗേറ്റ് കീപ്പർ എന്തോ ചോദിച്ചിട്ട് ട്രെയിൻ വിട്ടുപോയി. ഇപ്പൊ ഇവിടെ മുഴുവൻ വാഹനങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തുറക്കുന്നത്. അപ്പൊ ഇവിടെ പല സമയങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ് ഇനിയിപ്പം ഗേറ്റ് കീപ്പർ ഉത്തരവാദിത്തമില്ലായ്മയാണോ അതോ മറ്റെന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. ഇതെന്താണെങ്കിൽ അതിന്റെ കാര്യത്തിൽ ഗേറ്റ് കീപ്പറുടെ ഉത്തരവാദിത്തമില്ലായ്മയാണോ വീഴ്ചയാണോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടത്. ദുരന്തം ഒഴിവായി എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത.